കാസർഗോഡിന് പിന്നാലെ തിരുവനന്തപുരത്തും കെഎസ്ആർടിസിയിൽ പ്രതിഷേധവുമായി മഹിളാ മോർച്ച പ്രവർത്തകർ. കെഎസ്ആർടിസി ബസ്സിൽ മെയ് 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര യാഥാർത്ഥ്യമാകുമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനം നടന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നെയ്യാറ്റിൻകരയിൽ വനിതകൾ ബസ്സിൽ കയറി പ്രതിഷേധിച്ചു. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി. ഇന്ദു, കോഴിക്കോടും കാസർഗോഡും ഒക്കെ വലിയ പ്രതിഷേധമായിരുന്നു നടന്നത്. സർക്കാർ അധികാരം ഏറ്റിട്ടില്ല, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, അപ്പോൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയില്ല. പക്ഷേ ഇന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. എങ്ങനെയായിരുന്നു തിരുവനന്തപുരത്തെ പ്രതിഷേധം? ശ്രീജയ്, പ്രതിഷേധം സംസ്ഥാന വ്യാപകമായ എല്ലാ ജില്ലകളിലും ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ അറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ഇന്ന് ശക്തമായ രീതിയിലൊരു പ്രതിഷേധം വനിതാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ കെഎസ്ആർടിസി ബസ്സുകളിലേക്ക് ഇറങ്ങുമെന്ന് മുൻപേ തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ കെഎസ്ആർടിസി ബസ്സുകളിൽ കയറി സ്ത്രീകൾ പ്രതിഷേധിച്ചിരിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലും അത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായി. ശക്തമായ തരത്തിലായിരുന്നു പ്രതിഷേധം. സംസ്ഥാന തലത്തിൽ നവ്യ ഹരിദാസാണ് ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. വിവിധ കെഎസ്ആർടിസി ബസ്സുകളിൽ കയറി പ്രതിഷേധിച്ചു. അതുപോലെ തന്നെ മാധ്യമങ്ങളോടക്കം സംസാരിച്ചത് ഇങ്ങനെയാണ്. അതായത് മെയ് 15-ാം തീയതി കൃത്യമായി ഇത്തരത്തിലൊരു പാസ് സ്ത്രീകൾക്ക് ഫ്രീ ആയി ഇനി മുതൽ കെഎസ്ആർടിസി ബസ്സിൽ സഞ്ചരിക്കാം എന്ന് കാണിക്കത്തക്ക രീതിയിലൊരു പാസ് നൽകുമെന്നായിരുന്നു കോൺഗ്രസ് വാഗ്ദാനം നൽകിയിരുന്നത്. അതുതന്നെയായിരുന്നു അവരുടെ ഇലക്ഷന് മുമ്പുള്ള ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ആകർഷണീയമായ ഒരു വാഗ്ദാനമെന്ന് പറയുന്നത്. അത് തന്നെ ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല മുന്നോട്ട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കും. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നതിൻ്റെ യുക്തിയെ നമ്മളൊന്ന് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം വാഗ്ദാനം 15-ാം തീയതി മുതലാണ് പറഞ്ഞിരുന്നതെങ്കിലും മന്ത്രിസഭ അധികാരമേറ്റിട്ടില്ല, മുഖ്യമന്ത്രിയും അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പേ തന്നെ ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളുമായിട്ട് ഓപ്പോസിറ്റ് പാർട്ടികൾ ഇറങ്ങുകയാണ് തെരുവിലേക്ക്. എന്തായാലും സർവീസുകൾ നിർത്തി ഇടത്തക്ക തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു നെയ്യാറ്റിൻകരയിൽ നടന്നത്.